സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. 120 സങ്കീർത്തനം 1 വാക്യം വായിച്ച് അല്പസമയം നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 120 സങ്കീർത്തനം ഒരു ഭക്തൻ്റെ സാക്ഷ്യമാണ്. എന്താണ് ഈ ഭക്തൻ സാക്ഷിക്കുന്നത്? അദ്ദേഹം പറയുന്നത്, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് അഥവാ ദൈവത്തോട് നിലവിളിച്ചു അഥവാ പ്രാർത്ഥിച്ചു എന്നാണ്. ശേഷം അദ്ദേഹം പറയുന്നത്, അവിടുന്ന് എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. സർവശക്തനായ ദൈവം മനുഷ്യൻ്റെ പ്രാർത്ഥനകളെ, യാചനകളെ, അപേക്ഷകളെ ശ്രവിക്കുന്ന ദൈവമാണ്. ആ ദൈവസന്നിധിയിൽ നാം നമ്മുടെ കഷ്ടതകളിൽ അഭയം പ്രാപിക്കുമ്പോൾ അഥവാ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ സമീപിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് ഉത്തരം നൽകുവാനിടയാകും. സങ്കീർത്തനക്കാരൻ ഇവിടെ തൻ്റെ അനുഭവം വിവരിക്കുകയാണ്. താൻ വലിയ കൊടിയ കഷ്ടതകളിലൂടെ കടന്നുപോയ നാളുകൾ അവൻ ഓർക്കുകയാണ്. ആ കഷ്ടതകൾ ഇവിടെ വിവരിച്ചിട്ടില്ലെങ്കിലും മനുഷ്യർ അനുഭവിക്കുന്ന വിവിധ തരത്തിലുള്ള കഷ്ടതകൾ നാം ഒന്ന് സങ്കല്പിച്ചാൽ അഥവാ ഊഹിച്ചാൽ മതിയാകും. ഈ ഭക്തൻ്റെ കഷ്ടതകളും എന്തായിരുന്നു? രോഗം ഒരു കഷ്ടതയാണ്, കടഭാരം ഒരു കഷ്ടതയാണ്, അതുപോലെ ദാരിദ്ര്യം അതും കഷ്ടതയുടെ ഒരു ഭാഗമാണ്. പല തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നമ്മെ കഷ്ടതയിലേക്ക് തള്ളിവിടുന്നു. പലവിധ മാനസിക പീഡനങ്ങൾ, ശാരീരിക പീഡനങ്ങൾ, ആത്മീയ പീഡനങ്ങൾ, ഇതെല്ലാം കഷ്ടതയുടെ പട്ടികയിൽ വരുന്നതാണ്. ശത്രുക്കൾ നമ്മെ ഭീഷണിപ്പെടുത്തുമ്പോൾ, ശത്രുവായ സാത്താൻ്റെ പലവിധ തന്ത്രങ്ങൾ നമ്മെ വേദനിപ്പിക്കുമ്പോൾ നാം കഷ്ടതയിലാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അകാല മരണങ്ങൾ നമ്മെ ദീർഘനാളുകൾ കഷ്ടതയിലേക്ക് തള്ളിവിടുന്നു. ഇങ്ങനെ കഷ്ടതയുടെ പട്ടിക നീണ്ടുപോകുമ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും? എങ്ങനെ നമുക്ക് ആ കഷ്ടതയിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഭക്തൻ 120 സങ്കീർത്തനത്തിലൂടെ നമുക്ക് നൽകുന്നത്. അദ്ദേഹം സാക്ഷിക്കുകയാണ്, അഥവാ അനുഭവം വെളിപ്പെടുത്തിക്കൊണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. ഞാൻ എൻ്റെ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചു, പ്രാർത്ഥിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം നൽകുകയും ചെയ്തു. നമുക്കും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കഷ്ടതകൾ ഉണ്ടാകുമെന്ന് ദൈവപുത്രൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്,
എങ്കിലും ധൈര്യപ്പെടുവനും. അതേ പ്രിയമുള്ളവരെ, കഷ്ടത, സഹനങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഇതെല്ലാം ഈ ഭൂമിയിലുള്ളതാണ്. എന്നാൽ അതിനുള്ള പരിഹാരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എന്നാൽ ദൈവം നമുക്ക് ഉത്തരം നൽകുവാൻ, വിടുവിക്കുവാൻ ഇടയാകും. ആമേൻ, ആമേൻ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ